സമരം നടത്തിയല്ലോ CPM. എത്ര ദിവസം നടത്തി നിങ്ങൾക്കറിയോ? എറണാകുളത്ത് കടമ്പാക്കുടി എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ആ കടമ്പാക്കുടിയില് മുൻ ക്രിക്കറ്റ് താരമായ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ക്യാപ്റ്റനായിരുന്ന കപിൽ ദേവിന്റെ അദ്ദേഹം ഡയറക്ടർ ആയിട്ടുള്ള ഒരു പറമ്പുണ്ട്, ഏക്കർ കണക്കിന് വരുന്ന പറമ്പ്. ആ പറമ്പിലേക്ക് CPIM-ന്റെ നേതൃത്വത്തിൽ ഭൂസമരം ഉദ്ഘാടനം ചെയ്തു. ആരാ ഉദ്ഘാടനം ചെയ്തത്? ആദർശ ധീരതയുടെ ഹോൾസെയിൽ വ്യാപാരി, അങ്ങനെയാണല്ലോ അച്യുതാനന്ദൻ സഖാവ്. കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ചെങ്കൊടിയുമായി വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കില്ല. എത്രത്തോളം കേരളത്തിലെ മുഴുവൻ ഭൂരഹിതർക്കും ഒരിഞ്ച് ഭൂമി പോലും ബാക്കിയില്ലാതെ കൊടുത്തു തീർക്കാതെ ഞങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ ഭൂസമരം അവസാനിപ്പിക്കില്ല എന്ന് ഈ VS അച്യുതാനന്ദൻ വലിയ ബഡായി പ്രസംഗം നടത്തി. തീർന്നില്ല. അദ്ദേഹം എന്താ പറഞ്ഞത്? ഈ സമരത്തെ അടിച്ചമർത്താൻ, ഈ സമരത്തെ നേരിടാൻ തിരുവഞ്ചൂരിന്റെ പോലീസ് ശ്രമിച്ചാൽ ഒരടിക്ക് ഞങ്ങൾ രണ്ടടി തിരിച്ചടിക്കുമെന്ന വലിയ വിട്ടുപായിത്തം മുഴക്കിക്കൊണ്ട് കേരളത്തിന്റെ മണ്ണിൽ ഭൂസമരം നടത്തിയ CPM എത്ര ദിവസം നടത്തി കൂട്ടരെ? കേവലം 7 ദിവസം കൊണ്ട് CPM ഭൂസമരം അവസാനിപ്പിച്ചു. അന്ന് കേരളത്തിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർ ഒരു ഭൂസമരം നടത്തുന്നുണ്ടായിരുന്നു. ആ ഭൂസമരത്തിൽ ഞങ്ങൾ വളരെ വ്യക്തമായി വിളിച്ചു പറഞ്ഞു, ഇതാ CPM-ന്റെ ഭൂസമരം, അത് കാപട്യ സമരമാ, അത് വെറുതെ തട്ടിക്കൂട്ട് സമരമാ, ആ സമരത്തിന് യാതൊരു പ്രസക്തിയുമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. കുട്ടി സഖാക്കളെ കേട്ടില്ല, മൂത്ത സഖാക്കളെ കേട്ടില്ല, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ചെവിക്കൊണ്ടില്ല. ഒടുവിൽ എന്താ നമ്മൾ കണ്ടത്? പന്യൻ സഖാവ്, CPI-യുടെ നേതാവ് പന്യൻ സഖാവ്, മുടി നീട്ടി വളർത്തിയ മനുഷ്യൻ, അദ്ദേഹം എന്താ പറഞ്ഞത്? എന്തായിരുന്നു ഈ സമരങ്ങളുടെ എല്ലാം ക്ലൈമാക്സ്? പിടികിട്ടിയിട്ടില്ല മൂപ്പർക്ക്, ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. ചോദിച്ചു, നമ്മള് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലേക്ക് പോയല്ലോ പൊതിച്ചോറൊക്കെ ആയിട്ട്, പൊതിച്ചോറും അതുപോലെ തന്നെ ഒരുപാട് സന്നാഹങ്ങളായിട്ട് നമ്മൾ ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സമരത്തിന് പുറപ്പെട്ടല്ലോ. ആ സമരത്തിന്റെ ക്ലൈമാക്സ് എന്താണ്? ഇന്ന് പന്യൻ സഖാവ ചോദിക്കുന്നത്. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയല്ല, CPI-യുടെ പ്രബല നേതാവ ചോദിക്കുന്നത്. കൂടെ കിടന്നവർക്ക് രാപ്പണി എറിയൂ. അദ്ദേഹം വിളിച്ചു പറഞ്ഞല്ലോ, കൂടെ കിടന്നവർക്കേ കൂട്ടരെ രാപ്പണി എറിയൂ. അദ്ദേഹം പറഞ്ഞു, മേലാൽ സഖാവ് പിണറായി സഖാവ് മേലാൽ ഈ വക കച്ചവടത്തിന് ഞങ്ങളെ വിളിക്കരുത്, ഞങ്ങൾ ഈ അഡ്ജസ്റ്റ്മെന്റ് സമരത്തിന് ഇനി ഇല്ല. ആരാ പറഞ്ഞത്? CPI-യുടെ നേതാവ്. ഞാൻ പറഞ്ഞത്, ഒരു സമരം പോലും അങ്ങോട്ട് വിജയിപ്പിക്കാൻ CPM-ന് കഴിഞ്ഞിട്ടില്ല. ഒരുപാട് സമരങ്ങള് കേരളത്തില് തൃശ്ശൂർ പൂരത്തിന് കദ്ദന പൊട്ടണ പോലെ അങ്ങോട്ട് പൊട്ടിയല്ലേ? ഏതെങ്കിലും ഒരു സമരം വിജയിപ്പിച്ചോ CPM? എന്തെല്ലാം വിടുവായുത്തങ്ങളാ ഞങ്ങളുടെ നാട്ടില് എന്ന് പറഞ്ഞാൽ എന്റെ പഞ്ചായത്തില്, അശമന്നൂർ പഞ്ചായത്താ, 55 കൊല്ലം തുടർച്ചയായി CPM ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്ത് എന്റെ പഞ്ചായത്ത്. ആ പഞ്ചായത്തിൽ നിന്ന് ഈ സഖാക്കൾ പുറപ്പെടുകയാ തിരുവനന്തപുരത്തേക്ക് സെക്രട്ടേറിയറ്റ് നടക്കലിലേക്ക്. അപ്പൊ ഞങ്ങൾ കുറച്ച് SDPI-യുടെ പ്രവർത്തകർ ഇങ്ങനെ നിൽക്കുമ്പോ അവിടുത്തെ DYFI-യുടെ നേതാക്കന്മാരിങ്ങനെ നല്ല ഉഷാറായിട്ട് മുദ്രാവാക്യം വിളിച്ച് അവർക്ക് വന്ന വാഹനത്തിലേക്ക് കയറുന്നു. അവരെ യാത്രയാക്കാൻ ഒരു വണ്ടി 2000 രൂപ വാടകയ്ക്ക് വിളിച്ചിരിക്കുന്നു. അതിനകത്ത് സെറ്റുണ്ട്, മൈക്കുണ്ട്, എല്ലാ സംവിധാനങ്ങളുമായി അവർക്ക് ഹാരാർപ്പണം നടത്തിയിട്ട് നല്ല രീതിയിൽ മുദ്രാവാക്യം വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഭരണാധികാരി രാജിവെക്കാതെ ഞങ്ങൾ ഈ ഓടക്കാലിയുടെ മണ്ണിലേക്ക് തിരിച്ചു വരില്ല, കേരളത്തിൽ വേറൊരു സമരം ഞങ്ങള് അവസാനിപ്പിക്കില്ല എന്ന പ്രഖ്യാപനം നടത്തി പോയ സഖാക്കള് തിരിച്ച് വീട്ടിൽ വന്നത് ആരും കണ്ടില്ല. എന്തേ കാരണോ? അവര് വന്നത് രാത്രിയാ. രാത്രി എതിലൂടെ പോയത്? വീടിന്റെ അടുക്കള ഭാഗത്തുകൂടെ വീട്ടിൽ കയറി. അടുക്കള ഭാഗത്തിലൂടെ വീട്ടിൽ കയറി 2 ദിവസം നാണം കെട്ട് വീട്ടിലിരിക്കേണ്ടി വന്നു DYFI-യുടെ സമരത്തിന് പോയ സഖാക്കള്. ഇന്നും ഞങ്ങൾ ചോദ്യം ചോദിക്കുമ്പോ ഞങ്ങളുടെ നാട്ടിലെ എന്റെ പ്രിയപ്പെട്ട DYFI-യുടെ സുഹൃത്തുക്കളും മൗനം ദീക്ഷിക്കുകയാ, മൗനം പാലിക്കുകയാ, ഉത്തരമില്ല പറയാൻ. ഇന്നും ഞങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ ഈ സമരമൊക്കെ നടത്തിയല്ലോ, ഏതെങ്കിലും ഒരു സമരത്തിന്റെ പര്യവസാനം എന്ത് സെറ്റിൽമെന്റിന്റെ പേരിലായിരുന്നു എന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഇല്ല കൂട്ടരെ. ഞങ്ങൾ പറയട്ടെ, കേരളത്തിന്റെ മണ്ണിൽ അഡ്ജസ്റ്റ്മെന്റ് സമരം CPM നടത്തുമ്പോ ഓരോ ആവശ്യങ്ങൾ ഉന്നയിച്ചതിനും ഓരോ കാരണങ്ങളുണ്ടായിരുന്നു. അവര് വിലക്കയറ്റമാണ് പ്രത്യക്ഷ ഉയർത്തിക്കാട്ടിയത് എങ്കിൽ അവർ വിലക്കയറ്റവും അഴിമതിയും അതുപോലെ സരിതായ നായരുമായിരുന്നു അവർ ഉയർത്തിക്കാട്ടിയതിരുന്നതെങ്കിൽ അവരുടെ ആന്തരികമായ പ്രശ്നങ്ങള് അതൊന്നുമായിരുന്നില്ല. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്കുള്ള ജാമ്യളവ്, അതുപോലെ തന്നെ അവരുടെ നിയമസഹായം ഉൾപ്പെടെ
അരീൻ ഷുക്കൂർ, പട്ടവത്ത് അരീൻ അബ്ദുൽ ഷുക്കൂറിന്റെ ആ വധവുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ തടസ്സപ്പെടുത്തുക എന്ന് തുടങ്ങിയുള്ള ഒരുപാട് മാനസികമായ അജണ്ടയുടെ പേരില CPM സമരം തുടങ്ങിയത്. എന്നിട്ട് സാധാരണക്കാരെ അണിനിരത്തി സമരം നടത്തി. ആലപ്പുഴ ജില്ലയിലേക്ക് ചെല്ലുമ്പോ ആലപ്പുഴയിൽ അറിയപ്പെടുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഒരു മതനേതാക്കന്മാരെയും ആക്ഷേപിക്കാൻ പറയുന്നതല്ല. പക്ഷെ ആലപ്പുഴയുടെ ചില പ്രത്യേകതകൾ എന്ന് പറയുന്നത്, ആലപ്പുഴയിൽ കുട്ടനാടൻ താറാവ് കറിയുണ്ട്. ഫേമസ് കറിയാ കുട്ടനാടൻ താറാവ് കറി. അതുപോലെ തന്നെ നാടൻ കള്ളും ഏറ്റവും സുലഭമായി കിട്ടുന്ന ഒരു പ്രദേശമാ കുട്ടനാട്. ആ കുട്ടനാടിന്റെ തീരപ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് വരേണ്യവർഗ തമ്പുരാക്കന്മാരായ രാഷ്ട്രീയത്തിലെ മുതുമുത്തച്ഛന്മാര്, അതേ കൊടിയേരി ബാലകൃഷ്ണൻ നമ്പ്യാരും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല നായരും ഉൾപ്പെടെയുള്ള വരേണ്യവർഗ തമ്പുരാക്കന്മാര് ഒരു മേശക്ക് ചുറ്റുമിരുന്നു കൊണ്ട് ഈ പറയുന്ന ആലപ്പുഴയെ കുട്ടനാടൻ താറാവ് കറി കഴിച്ചുകൊണ്ട് ഒരു ഡിന്നർ കഴിക്കുമ്പോ കേരളത്തിന്റെ മണ്ണിൽ CPM-ന് സമരം അവസാനിപ്പിക്കേണ്ടി വന്നുവെങ്കിൽ പ്രിയമുള്ളവരെ പരിശോധിക്കണം അവരുടെ ആന്തരികമായ ലക്ഷ്യം. CPM നിലനിൽപ്പിന് വേണ്ടി സമരം ചെയ്യുന്നു അല്ലെ? നിലനിൽപ്പിന് വേണ്ടി സമരം ചെയ്യേണ്ട ഗതികേടാ CPM-ന്. കണ്ണൂർ ജില്ലയിലെ അവസ്ഥ എന്താ? കണ്ണൂർ ജില്ലയില് CPM-ന്റെ അവസ്ഥ എന്താ? ഓരോ ദിവസവും DYFI-യുടെ പ്രകടനത്തിന് ഇറങ്ങുന്ന കുട്ടികളുടെ മുട്ടിങ്ങനെ കൂട്ടിമുട്ടുകയാ. എന്തേ കാരണം? UAPA പുറകെ വരുന്നു. CPM-ന്റെ പുറകെ വരികയാ UAPA. ഓരോ പ്രകടനത്തിന് പോലും UAPA, നിസാര സംഭവങ്ങൾക്ക് പോലും ഇന്ന് CPM-ന്റെ നേതാക്കന്മാർക്ക് നേരെ UAPA. ആരായി സംസ്കാരം കൊണ്ടുവന്നത്? ആരായി നിയമം കേരളത്തിൽ കൊണ്ടുവന്നത്? അതുപോലെ തന്നെ ക്യാമറ പിടുത്തം. ഞങ്ങളുടെ നാട്ടിൽ പോലും സഖാക്കൾക്ക് രക്ഷയില്ല. ഞങ്ങളുടെ നാട്ടിൽ പോലും ഇന്ന് CPM-ന്റെ ഒരു പ്രകടനം നടക്കുമ്പോ മുൻപിലൊരു ക്യാമറ, പുറകിലൊരു ക്യാമറ. ആരാ ഈ സംസ്കാരം കേരളത്തിൽ കൊണ്ടുവന്നത്? ആരാ ഈ സംസ്കാരം കേരളത്തിൽ കൊണ്ടുവന്നത്? എന്റെ അയൽ പ്രദേശമായ മൂവാറ്റുപുഴയില് ഒരു അധ്യാപകൻ ആക്രമിക്കപ്പെട്ടതിന്റെ മറപിടിച്ച് കേരളത്തിന്റെ മണ്ണിൽ സാധാരണക്കാരുടെ മേല് ഇവിടുത്തെ CPM-ന്റെ അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന കൊടിയേരി ബാലകൃഷ്ണൻ നമ്പ്യാരുടെ പോലീസാ ഈ മുറകളെല്ലാം കേരളത്തിൽ കൊണ്ടുവന്നത്. എന്നിട്ടിപ്പോ വെള്ളം കുടിക്കുകയാ CPM. വെള്ളം കുടിക്കുകയാ CPM. ഞങ്ങൾക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട CPM-കാരാ, നിങ്ങൾ ഒപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിച്ചേ മതിയാകൂ. എന്തായിരുന്നു ഞങ്ങളുടെ നെഞ്ചത്തെ പൂട പറിക്കണം? അതായിരുന്നു CPM-ന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. എന്റെ വീട്ടിലൊക്കെ രാത്രി നട്ടപ്പാതിരാക്ക് പോലീസ് വരും. എന്നിട്ട് ചോദിക്കും, എവിടെയായിരുന്നു ഗൂഢാലോചന? എന്തായിരുന്നു? ഞങ്ങൾ പറയും, ഞങ്ങൾ തികച്ചും നിരപരാധികളാ, പിടിച്ചുകൊണ്ടുപോയി 5 ദിവസം ഞാൻ ഉൾപ്പെടെയുള്ള എന്റെ സഹപ്രവർത്തകര് റിമാൻഡിൽ കഴിഞ്ഞു. എന്താ കേസെന്നറിയോ? ഞങ്ങള് കേരളത്തിൽ മുഴുവൻ, ഇന്ത്യ രാജ്യത്ത് മുഴുവനായി ഞങ്ങളൊരു പോസ്റ്റർ പ്രചാരണം നടത്തി. എന്തായിരുന്നു ആ പോസ്റ്ററിൽ? ഈ പ്രദേശത്ത് സ്ഫോടനങ്ങള്, മലേഖാവില്, മക്കാ മസ്ജിദിൽ, അജ്മീറില്, സംഝോതയില്, ബോംബെയിൽ ഉൾപ്പെടെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ നടന്ന വിവിധ സ്ഫോടനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഇന്ത്യ രാജ്യത്തെ ഡെക്കാൻ മുജാഹിദിനല്ല, ഇന്ത്യ രാജ്യത്തെ ഹിസ്ബുൽ മുജാഹിദിനല്ല എന്ന് പറയപ്പെടുന്ന കടലാസ സംഘടനകളല്ല കൂട്ടരെ, മറിച്ച് ഇന്ത്യ രാജ്യത്ത് ഇത്തരത്തിലുള്ള കലാപങ്ങൾക്ക്, ഇത്തരത്തിലുള്ള സ്ഫോടനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് അഭിനവ് ഭാരതിന്റെ നേതാക്കന്മാരാ, RSS-ന്റെ നേതാക്കന്മാരാ, കേണൽ ശ്രീകാന്ത് പുരോഹിത് അടക്കമുള്ള, അതുപോലെ തന്നെ പ്രഖ്യാ സിംഗ് ഠാക്കൂർ അടക്കമുള്ള ആളുകളാണ്, അസിമാനന്ദ സ്വാമി അടക്കമുള്ള സന്യാസിനിമാരാണ് ഈ അക്രമത്തിന് പിന്നിലെന്ന് ആണത്തമുള്ള, ആർജവമുള്ള, നട്ടെല്ലാവർക്കും പടയപ്പെടുത്താത്ത, രാജ്യത്തിന്റെ നികുതി പണത്തോട് കൂറ് കാണിക്കുന്ന ATS-ന്റെ തലവൻ ഹേമന്ത് കർക്കരെ വെളിപ്പെടുത്തി. എന്താ പറഞ്ഞത്? രാജ്യത്തോട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഇതിന്റെ പിന്നിൽ മുസ്ലിങ്ങളല്ല. ഉടനെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പോസ്റ്റർ ഒട്ടിച്ചു, ഇവരെ പിടിച്ച് ജയിലിൽ അടയ്ക്കണം. ഈ പറയപ്പെട്ട ആളുകള് ഈ രാജ്യത്തിന്റെ മണ്ണില് ക്രൂരകൃത്യങ്ങൾ നടത്തിയ ഈ ആളുകൾക്ക് നേരെ നിയമ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ പല പ്രദേശങ്ങളിലും പോസ്റ്റർ ഒട്ടിച്ചപ്പോ അന്ന് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന കൊടിയേരി ബാലകൃഷ്ണൻ നമ്പ്യാരുടെ പോലീസ് ഞങ്ങൾക്ക് നേരെ കേസെടുത്തു. ഞങ്ങൾ എന്നും ചോദിക്കുകയാ, ഞങ്ങൾ ചെയ്ത തെറ്റെന്താ? ഇന്ന് കേരളത്തിന്റെ മണ്ണില് അതേ അവസ്ഥയാ CPM-ന്. അല്ലെ? UAPA കരിനിയമമാ.
ഞങ്ങൾ അന്ന് ചോദിച്ചു CPM-നോട്, ഞങ്ങളുടെ സംസ്ഥാന നേതാക്കന്മാര് ഈ CPM-ന്റെ സംസ്ഥാന നേതാക്കളോട് പറഞ്ഞു, UAPA കരിനിയമമാ, അത് ഈ രാജ്യത്തിന്റെ മണ്ണിൽ നിങ്ങൾ ഉപയോഗിക്കരുത്. വാളയാർ ചെക്ക് പോസ്റ്റിന് ഇപ്പുറത്തേക്ക് ഈ നിയമം ഒരു ഭരണാധികാരിയും കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് പിണറായി സഖാവ്, കൊടിയേരി സഖാവ്, നിങ്ങളുടെ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ സാധാരണക്കാരന്റെ മേല് നിങ്ങൾ UAPA ചുമത്തല്ലേ എന്ന് പറഞ്ഞപ്പോ നെഞ്ചത്തെ പൂട പറച്ച് ഊതി കാണിച്ചു CPM-ന്റെ നേതാക്കന്മാരല്ലേ. എന്നിട്ട് കൊടിയേരിയുടെ ഒരു വലിയ പ്രഖ്യാപനം, പിണറായി വിജയന്റെ ഒരു പ്രഖ്യാപനം. പിണറായി വിജയൻ പ്രഖ്യാപിച്ച പിന്നെ സഖാക്കൾക്ക് ഇരിക്കപ്പുറതിയില്ലല്ലോ. ഇപ്പൊ പിണറായി വിജയനാണല്ലോ ഷെയ്ഖ്, അല്ലെ? ഷെയ്ഖ് അദ്ദേഹമാണല്ലോ. സഖാവ് പിണറായി വിജയൻ പറഞ്ഞു, കേരളത്തിൽ ഞങ്ങൾ SDPI എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ അങ്ങ് ഇല്ലാതാക്കും.